അൽഹംദുലില്ലാ. അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അപ്പം നമ്മുടെ ബീഫ് ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ഒഴിവാക്കേണ്ടുന്നൊരു സംഭവമാണ് കേട്ടോ. ബീഫ് ഭയങ്കരമായിട്ട് നമുക്ക് ഡേഞ്ചറാണ്, കൊഴുപ്പ് കൂടുതലല്ലേ. അപ്പോൾ ബീഫ് ഒഴിവാക്കുക. മാത്രമല്ല നല്ല ബീഫ് നമ്മുടെ നാട്ടിൽ വളരെ റയറായിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. നല്ല പോത്തിനെയൊക്കെ ഇറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റയറായിട്ടായിരിക്കും. ഈ വയ്യാതിരിക്കുന്ന കന്നുകാലിനെയൊക്കെ കൊണ്ടുപോയിട്ട് അവർ പോത്തെന്നും പറഞ്ഞുകൊണ്ട് ബീഫെന്നും പറഞ്ഞുകൊണ്ട് അറവുശാലയിൽ അറുത്തിട്ട് വിൽക്കാറുണ്ട് കേട്ടോ. നമ്മുടെ എൻ്റെ കടയിൽ 1-2 പേര് അറവുശാലയിൽ നിന്ന് ഇങ്ങനെ കസ്റ്റമറായിട്ട് സ്ഥിരം കസ്റ്റമറായിട്ട് വരുന്ന പിള്ളേരുകളുണ്ട്. അപ്പം ഞാനിങ്ങനെ ചോദിക്കും. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് എനിക്ക് നല്ല അറിവുണ്ട്. ഈ വയ്യാതെ നിൽക്കുന്ന പശുവിനൊക്കെ കൊണ്ടുവന്നിട്ട് ഈ വീട്ടുകാർക്ക് 2000-3000 രൂപ കൊടുത്തിട്ടാണ് ഇവരിത് കൊണ്ടുവന്നത്. പാതിരാത്രി വണ്ടി കയറ്റി അവർ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അറുത്ത് ബീഫെന്നും പറഞ്ഞിട്ട് 400, ഇവിടെയൊക്കെ എത്ര 460 രൂപയാണ് 1 കിലോ ബീഫിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ്. അപ്പോൾ എല്ലായിടും ഉണ്ട്, എല്ലാ ഭാഗത്തിലും ഇതുപോലെ ചതി, വഞ്ചന, കള്ളത്തരം എല്ലാം ഉണ്ട്. ഇന്നാണോ ഇങ്ങനെ കാണിക്കുന്നത്? വയ്യാതിരിക്കുന്ന, അതും കറന്നുകൊണ്ടിരിക്കുന്ന പശുവിന് പനിയോ വയ്യായി ചാവും എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴായിരിക്കും ഇവർ ഈ അറിവ് കൊടുക്കുന്നത്. അറിവ് വരെ ആരും അറിയാതെ കൊണ്ടുപോയിട്ട് ഇതുപോലെ പോത്തെന്നും പറഞ്ഞുകൊണ്ട് കയറ്റി വിടുന്നത്. എല്ലാത്തിലും കള്ളവും കള്ളത്തരവും എല്ലാം ഇതുണ്ട്.